സ്മൃതി തരംഗം അവതരിപ്പിക്കുന്നു നാദവിസ്മയം. ചിത്രീകരണം, രചന, അവതരണം കെ രാഗേഷ് ബാബു. ശബ്ദമിശ്രണം, എഡിറ്റിംഗ് മനോജ് കെ ഗോവിന്ദ്, നാറാത്ത്. மலையோரம் வீசும் காத்து மனசோடு பாடும் பாட்டு கேக்குதா கேக்குதா. மலையோரம் வீசும் காத்து മനസോട് പാടും പാട്ട്. ലോകമാകെ സംഹാരതാണ്ഡവമാടിയ കോവിഡ്-19 എത്രയെത്ര ജീവിതങ്ങളെയാണ് ഇല്ലാതാക്കിയത്. പ്രിയമുള്ളവർ പലരും അകാലത്തിൽ മരണത്തിലേക്ക് കടന്നു പോകുന്നത് നിസ്സഹായരായി നിശ്ചലരായി നോക്കി നിൽക്കേണ്ടി വന്ന കാലം. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രഗത്ഭരും സാധാരണക്കാരും ആ മഹാമാരിക്ക് കീഴടങ്ങി. കോവിഡ് ഇന്ത്യൻ സംഗീത രംഗത്തിന് ഏൽപ്പിച്ച കനത്ത ആഘാതമാണ് മഹാഗായകൻ ശ്രീ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ വേർപാട്. 5 വർഷങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 25-ന് പൊലിഞ്ഞുപോയ ആ ദീപസ്തംഭത്തിന് മുന്നിൽ സാദരം പ്രണമിക്കുന്നു. തേനേ തെൻ പാണ്ടി നീനേ ഇസൈത്തേനേ ഇസൈത്തേനേ മാനേ ഇളമാനേ നീതാം സെന്താമരൈ. സംസ്കൃതം ഉൾപ്പെടെ 16 ഭാഷകളിൽ തൻ്റേതായ ആലാപന മുദ്ര ചാർത്തിയ SPBയുടെ 10,000-കണക്കിന് ഗാനങ്ങൾ നിത്യവസന്തങ്ങളായി നിലകൊള്ളുന്നു. അവയിൽ നല്ല ഗാനങ്ങളും അല്ലാത്തവയുമുണ്ട്. നിത്യവിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്ന ശരാശരിയിലും താഴെയുള്ള എത്രയോ ഗാനങ്ങൾ SPBയുടെ സ്വര സാന്നിധ്യം കൊണ്ട് മാത്രം ശ്രദ്ധേയങ്ങളായി. ഓരോ പാട്ടും അത് ആവശ്യപ്പെടുന്ന മൂഡിലും വികാര തീവ്രതയിലും പാടി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അദ്വിതീയമായ സ്ഥാനമാണ് SPBക്ക് ഉള്ളത്. ഏതു ഭാഷയിലെ ഗാനമായാലും അതിലെ വരികൾക്കും വാക്കുകൾക്കും സംഗീത സംവിധായകൻ ആവശ്യപ്പെടുന്നതിലും ഉപരിയായി അദ്ദേഹം നൽകുന്ന ശ്രദ്ധയും പരിചരണവും പ്രത്യേകം പരാമർശമർഹിക്കുന്നതാണ്. കേളടി കൺമണി എന്ന ചിത്രത്തിലെ SPB ഒറ്റ ശ്വാസത്തിൽ പാടുന്ന ഗാനം കേൾക്കുന്നവർക്കറിയാം എത്ര മഹത്തരമാണ് അതിന് പിന്നിലെ അധ്വാനമെന്ന്. ഇളയരാജയുടെ നവീന സാങ്കേതിക വിദ്യയും ഇതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. வெண்ணிலவும் பொன்னி நதியும் கன்னியின் துணையின்றி என்ன சுகம் இங்கு படைக்கும் பெண்மையின் சுகமன்றி. சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சிந்தி வரும் பொங்கும் அமுதம் தங்கிடும் குமுதமும். கன்னி மகள் அருகில் இருந்தால் சுவைக்கும், கன்னி துணை இழந்தால் முழுதும் கசக்கும். விழியினில் மொழியினில் நடையினில் உடையினில் அதிசய சுகந்தரும் அணங்கிவள் பிறப்பிதுதான். மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் കൂടുമോ എണ്ണം കണ്ടിപ്പാവൈ. പ്രണയഗാനങ്ങളിലാണ് SPBയുടെ സ്വരത്തിന്റെ വശ്യത ആസ്വാദനത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ചില ഗാനരംഗങ്ങൾ കാണുമ്പോൾ നായകനേക്കാൾ പ്രണയഭരിതനാകുന്നത് ഗായകനാണെന്ന് ആർക്കും തോന്നിപ്പോകും. മണ്ണുക്കുൾ വൈരം എന്ന ചിത്രത്തിലെ ദേവേന്ദ്രൻ സംഗീതം നൽകിയ ഗാനത്തിലെ ആ മന്ത്രമധുരമായ ആലാപനം കേൾക്കുമ്പോൾ ഒരു നാടൻ പ്രേമത്തിന്റെ നനുത്ത തുവൽ സ്പർശം ആസ്വാദകർ അനുഭവിച്ചറിയും. മടിമീത് തലൈ വൈത്ത് கண்ணே உன்னோடு நான் கதை சொல்ல வேண்டும். இதழோடு இதழோடு இதழ் சேரும் நேரம் ഇമ്പങ്ങളാരാ. തമിഴിൽ നിന്നും മറ്റു ഭാഷകളിലേക്ക് എത്തിയപ്പോൾ തൻ്റെ ആലാപനത്തിലെ ലാളിത്യവും ഗാംഭീര്യവും ഒരുപോലെ വെളിപ്പെടുത്താൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. പാടുന്നത് പ്രണയഗാനമായാലും വിരഹഗാനമായാലും അതിൽ ചിരിയുടെ മുത്തുകൾ കോർത്തെടുക്കാൻ SPBയോളം കഴിവ് മറ്റാരിലും കാണാൻ സാധിക്കില്ല.
ലക്ഷ്മികാന്ത് പ്യാരലാലിന്റെ ഏക് ദുജെ കേലിയയിലെ ഈ ഗാനത്തിൽ പ്രണയത്തോടൊപ്പം ചിരിയും ഉന്മാദവും വാരി നിറച്ചിരിക്കുന്നത് കേൾക്കൂ. चल चल जवानी दीवानी खूबसूरत जिद्दी पड़ोसन सत्यम शिवम सुंदरम. Sing with me, come on. La 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 la. Good, come on, sing. La 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 la. La 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 la. La 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 la. കാലങ്ങൾ മാറിയപ്പോൾ പ്രേമവും ഏറെ പുരോഗമിച്ചു. രാഗം മാംസനിബദ്ധമായപ്പോൾ പ്രണയിതാക്കളുടെ സ്വരങ്ങളിലും മാറ്റം പ്രകടമായി. ആ ഗാനസന്ദർഭം കൃത്യമായി ഉൾക്കൊണ്ട SPB തന്റെ ആലാപനത്തിൽ വരുത്തിയ വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുതന്നെ ശ്രോതാക്കളെ വിസ്മയിപ്പിച്ചു. ശങ്കർ ഗണേഷിന്റെ യംഗസിന്ന റാസ എന്ന ചിത്രത്തിലാണ് ഈ കുസൃതി നിറഞ്ഞ ഗാനം. தை மாசம் மாலை நேரமா நித்தம் நித்தம் இந்த வண்டு சத்தம் முத்தம் முத்தம் என்று பூவை சுத்தம் நாவட்டம் போடும் பட்டு பூச்சிதாமா நீ வாமா. ഒരു ശാസ്ത്രീയ സംഗീത വിദ്വാന്റെ കഥ പറഞ്ഞ ശങ്കരാഭരണത്തിലെ ഗാനങ്ങൾ കൊണ്ട് ശ്രോതാക്കളെ വിസ്മയിപ്പിച്ച SPBയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ഗാനം കേൾക്കാം. സംഗീതം എന്തെന്നറിയാതെ വേദിയിൽ മത്സരിച്ചു പാടേണ്ടി വന്ന ഒരു സാധാരണക്കാരന്റെ വെപ്രാളവും പരവേശവും SPBയുടെ ശബ്ദത്തിൽ കേൾക്കുന്നത് ആസ്വാദകരിൽ ചിരി പടർത്തും. ഗായകനിൽ നിന്നും നായകനിലേക്കുള്ള പരകായ പ്രവേശം എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം സാധ്യമാക്കുന്നത്. പ്രതിനായകന് മുന്നിൽ ഒരിക്കലും കീഴടങ്ങാത്തവരാണല്ലോ സിനിമയിലെ നായകന്മാർ. എതിരാളിയുടെ വെല്ലുവിളി പാട്ടിന്റെ രൂപത്തിലെത്തിയാൽ ഏറ്റെടുക്കാതെയും വയ്യല്ലോ. ആലാപനത്തിൽ കടുകിട വിട്ടുകൊടുക്കാതെ മലേഷ്യ വാസുദേവൻ എത്തുമ്പോൾ തന്റെ ശബ്ദഗാംഭീര്യം കൊണ്ട് ആ വെല്ലുവിളി നേരിടുകയാണ് SPB. സ്വരത്തിലെ കാർക്കശ്യവും ആലാപനത്തിലെ ലാഘവത്വവും ചന്ദ്രബോസിന്റെ ഈ ഗാനത്തിൽ വേറിട്ട് കേൾക്കാം. எப்பவும் நான் வச்ச கூறி தப்பியதில்லை, என்னுடைய சொல்ல யாரும் தட்டியதில்லை. இன்னொருவன் என்ன வந்து தொட்டதுமில்லை, தொட்டவன தப்பிக்கான விட்டதும் இல்லை. மீசையிலே மண்ணு வெட்டுனதே எண்ணு, ஆயும் புலி நான் தான், பார்க்க போற நீதான். சும்மா புந்தாம் பூச்சாண்டி எக்காட்டாதே, நம்ம கிட்ட போடுறிய தப்பு தாளம் தான் என்னம்மா കണ്ണ്. ശത്രുവിനെ പരിഹസിച്ച് മാനസികമായി തളർത്തുക എന്നത് യുദ്ധത്തിൽ പതിവാണല്ലോ. ഇവിടെ പാട്ടിലെ രൂക്ഷമായ പരിഹാസം കൊണ്ട് എതിരാളിയെ സ്തബ്ധനാക്കുകയാണ് SPB. തേവർ മകൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം കമലഹാസനോടൊപ്പം പാട്ടും ചിരിയും കൊണ്ട് കൊഴുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇരുവരുടെയും ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് ഗാനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. SPBയുടെ അസാധാരണമായ ഊർജം സഹഗായകരെയും മികച്ച രീതിയിൽ പാടിയേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ഈ ഗാനത്തിൽ കാണാം. பாட்டனுக்கும் கச்சு கொடுப்பேன், சாந்து பொட்டு ஒரு சந்தன பொட்டு எடுத்து வச்சுக்க வச்சுக்க மாமா, பூ முடிச்சு ஒரு சேலைய கட்டு, இனி நீ வேட்டிய கட்டிக்கலாமா. ചിരി കൊണ്ട് പൊതിയും മൗന ദുഃഖങ്ങളെക്കുറിച്ച് മുമ്പൊരിക്കൽ SPB പാടിയിട്ടുണ്ട്. ദുഃഖങ്ങൾ മാത്രമല്ല,
മോഹഭംഗവും നിരാശയും കോപവും വരെ അദ്ദേഹം ചിരിയുടെ ചട്ടക്കൂടിനുള്ളിൽ ഭംഗിയായി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിണങ്ങി നിൽക്കുന്ന കാമുകിയെ അനുനയിപ്പിക്കാനും ഹൃദയവികാരങ്ങൾ തുറന്നു കാട്ടാനും ചിരിയേക്കാൾ മികച്ചതായി മറ്റെന്തുണ്ട്? देख के वो मुझे तेरा पल के झुका देना, देख के वो मुझे तेरा पल के झुका देना, याद बहुत आए तेरा मुस्कुरा देना. ചിരി മാത്രമല്ല SPBയുടെ പാട്ടുകളിൽ നിറയുന്നത്. നിരാശയും കണ്ണീരും രോഗാതുരതയും അതിൻ്റെ എല്ലാ തീവ്രതയോടെയും അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇളയരാജയുടെ പയണങ്ങൾ മുടിവതില്ലേ എന്ന ചിത്രത്തിലുമുണ്ട് ഇത്തരമൊരു ഗാനം. ഒരു ഗാനത്തിന് വേണ്ടി ഒരു ഗായകൻ ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ടതുണ്ടോ എന്ന് ഒരു വേള ശ്രോതാക്കൾ സംശയിച്ചു പോകും. SPB തൊണ്ട പൊട്ടിപ്പാടുന്ന ആ ഗാനം ആരാധകർ അത്ഭുതത്തോടെയും ആശങ്കയോടെയുമാണ് ശ്രവിച്ചത്. பாதை மாறி போகும்போது ஊரும் வந்தே சேராது, தாளம் மாறி போடும்போது ராகம் അപ്രതീക്ഷിതമായി എങ്ങു നിന്നോ കടന്നെത്തിയ കൊടുങ്കാറ്റിൽ ആ ദീപം അണഞ്ഞുപോയെങ്കിലും അത് പ്രസരിപ്പിച്ച വെളിച്ചം ആസ്വാദകരിൽ നിന്നും ഒരു നാളും അകന്നു പോകുന്നില്ല. ആ ഗാനസുമങ്ങൾ പടർത്തിയ സുഗന്ധം ആസ്വദിക്കാതെ ഒരു ദിനവും കടന്നുപോകുന്നുമില്ല. SPB തന്നെ പാടിയതുപോലെ ഈ ദേഹം മറഞ്ഞാലും എന്നും ഇവിടെ സംഗീതമായി വിടർന്നു നിൽക്കും. അതെ, ആ സംഗീതം പ്രണയത്തിൻ്റേതാണ്, വിരഹത്തിൻ്റേതും മോഹഭംഗത്തിൻ്റേതുമാണ്. അത് പ്രതീക്ഷയുടെ സംഗീതമാണ്, ആഹ്ലാദത്തിൻ്റേതും ഉന്മാദത്തിൻ്റേതുമാണ്. അത് നമ്മെ അനുഭൂതിയുടെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്ന സ്വർഗീയ സംഗീതമാണ്. കാറ്റിലുലയുന്നുവോ ഒരു വസന്തം വീണപൂവിനെ ഉമ്മ വയ്ക്കുന്നുവോ? എല്ലാം പ്രിയങ്കരം, എല്ലാം മനോഹരം, എല്ലാം പ്രിയങ്കരം, എല്ലാം മനോഹരം. സുഖകരം, ഇത് സുഖകരം.